മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന കവിവചനമാണ് പലപ്പോഴും നമുക്ക് ഓണത്തിന്റെ ആ ഒരു സമയം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമുക്കറിയാം, മനുഷ്യരെല്ലാവരും ഒരുപോലെ ആവുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ തരത്തിലും ഒരുപോലെ ആവുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പലതരത്തിലുള്ള അസമത്വങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മുമ്പോട്ടേക്ക് കാണുന്നത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അസമത്വങ്ങളാണ്. ഇത് പലപ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവരിലേക്ക് എത്താത്തതിന്റെ കൂടെ പ്രശ്നമാണ് അസമത്വം ഉണ്ടാകാനുള്ള കാരണം. ഇന്ന് ഈ ഓണം വരുമ്പം ഈ ആരോഗ്യപരമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും നമുക്കൊരു സമത്വത്തിലേക്ക് പോകാൻ ഉതകുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. ഞാൻ പോരുന്ന വഴിക്ക് കാറിൽ കേട്ടൊരു പാട്ട് ഈ ഓണം മൂഡ് എന്ന് പറഞ്ഞുള്ള പാട്ടാണ്. അപ്പൊ പലതരത്തിലുള്ള മൂഡുകളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പൊ ആ ഓരോ മൂഡും എങ്ങനെയാണ് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതെന്ന് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തിരുന്നപ്പം ആലോചിച്ചു. അപ്പൊ അതൊന്ന് പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യം അതിനകത്ത് അവർ പറയുന്ന മൂഡ് ഓണം മൂഡ്, സാരി മൂഡ്, മുണ്ട് മൂഡ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ആ സാരി മൂഡ് മുണ്ട് മൂടൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ പലപ്പോഴും കസവ് മുണ്ട് കസവ് സാരിയൊക്കെ വർഷത്തിൽ ഒരിക്കലും മാത്രം ഉപയോഗിക്കുന്ന സംഗതികളാണ്. ഇന്ന് നമ്മളിപ്പോൾ ഉപയോഗിച്ചു, അതിനുശേഷം ഒരു വർഷത്തേക്ക് നമ്മൾ അത് അലമാരിലേക്ക് കയറ്റി വെക്കും. പിന്നെ അടുത്ത ഓണം വരുമ്പോൾ അത് ഉപയോഗിക്കും. മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അതാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആവും കാലം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ ഒരു വർഷം അവിടെ അങ്ങനെ അലമാരിൽ ഇരിക്കുന്ന സംഗതിക്കകത്ത് പൊടി കയറും, അതിനകത്ത് ഫംഗസ് വളരും. ഇതെല്ലാം വളരുന്ന ആ സംഗതി എടുത്ത് മലയാളി ആ ഓണത്തിന്റെ സമയമാകുമ്പോൾ സംഗതി എടുക്കും. എന്നിട്ട് നല്ലൊരു കുടയിൽ അങ്ങ് കുടയും. ആ കുടയുന്ന കൂടെ അവൻ ആ സാരി അല്ലെങ്കിൽ മുണ്ട് കൊടുക്കുന്നതിന്റെ കൂടെ അവന് കിട്ടുന്നത് ആ പൊടിയോടുള്ള അലർജിയും അതുപോലെ ഫംഗസ് ഉള്ളിലേക്ക് കയറുക കൂടിയാണ്. സാധാരണ ആൾക്കാരിൽ അതൊരു തുമ്മിലങ്ങ് നിൽക്കും. എന്നാൽ ആസ്മ രോഗികൾ അല്ലെങ്കിൽ COPD ഉള്ള രോഗികളിലൊക്കെ അത് പിന്നെ ആ അസുഖത്തിന്റെ ഒരു എക്സാസർബേഷനിലേക്ക് പോവുകയും അവരുടെ ശ്വാസമുട്ടിലേക്ക് മാറുകയും ചെയ്യും. എങ്ങനെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് എടുത്തതിന് ശേഷം നമുക്ക് അത് അലക്കി നല്ലതുപോലെ ഉണക്കി അതിന് ശേഷം മാത്രം അത് കൊടുക്കുക. അതുപോലെ തന്നെ റുട്ടീനായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രത്തിലേക്ക് നമ്മൾ മാറുക കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ ഒരു മൂഡ് അതിനകത്ത് അവർ പറയുന്നത് സദ്യ മൂഡ് എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ശരിയാണ്, നമുക്ക് വെജിറ്റേറിയൻ സദ്യകളും നോൺ വെജ് സദ്യകളും എല്ലാം ഉണ്ട്. എന്നാൽ മലയാളി നമുക്ക് ഇന്നൊരു ഡ്രിങ്കിങ് ക്യാപിറ്റൽ കൂടിയായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ആൽക്കഹോളും സദ്യയുടെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ ആൽക്കഹോളും ശ്വാസകോശവും തമ്മിൽ എന്താ ബന്ധം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ബന്ധമുണ്ട്. കാരണം ആൽക്കഹോൾ നമുക്കറിയാം, നമുക്ക് നല്ലൊരു സെഡേഷൻ തരുന്ന ഒരു സെഡേറ്റീവ് ആണ് ആൽക്കഹോൾ. ഈ സെഡേഷൻ നമ്മുടെ ബ്രെയിന് മാത്രമല്ല നമ്മുടെ ലങ്സിനകത്തുള്ള ശ്വാസനാളത്തെയും ആ സെഡേഷൻ ബാധിക്കും. ആ സെഡേഷൻ ബാധിച്ചു കഴിയുമ്പോൾ ഓൾറെഡി ഇപ്പം ആസ്മ പോലെ COPD പോലെ അല്ലെങ്കിൽ കോവിഡ് വന്നിട്ട് ഒരു ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉണ്ടായിട്ടുള്ള ഒരാളിൽ ഈ സെഡേഷൻ അതിന്റെ ഒരു റിലാക്സേഷൻ മോഡിലേക്ക് നമ്മുടെ ആ ശ്വാസനാളം എയർവേ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എയർവേ കൺസ്ട്രിക്റ്റഡ് ആവുകയും ഓൾറെഡി കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള ആൾക്കാർ കൂടുതൽ അത് ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ആൽക്കഹോളിന്റെ ഉപയോഗം ഒന്നെങ്കിൽ പരിമിതപ്പെടുത്തുക, പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് മാറ്റുക കൂടെ ചെയ്യേണ്ടതാണ്. പിന്നെ അതിനകത്ത് വരുന്നത് പൂക്കളം മൂടാണ്. പൂക്കളം മൂടാണെന്നെങ്കിൽ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സംഗതികളിൽ ഒന്നാണ് പോളൻ ഗ്രെയിൻസ്. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ പൂക്കളം ഇടുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല. അതിന് പകരം നല്ലപോലെ മാസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെറുതായിട്ട് വെള്ളം തെളിച്ചിട്ട് പൂക്കളം ഇടാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പോളൻ ഗ്രെയിൻസ് മൂലം ഉണ്ടാകുന്ന ഈ എയർവേ അറ്റാക്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലാസ്റ്റ് അവർ പറയുന്ന ഒരു മോഡുണ്ട്, പൊളിമൂഡ്. ആ പൊളിമൂഡിൽ ഉദ്ദേശിക്കുന്നത് നല്ലതുപോലെയുള്ള ചാട്ടവും മറിച്ചിലും എല്ലാം തന്നെയാണ്. എന്താണ് ഈ ചാട്ടവും മറിച്ചിലും ശ്വാസകോശം തമ്മിലുള്ള ബന്ധം എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ആസ്മ ഉള്ള ആൾക്കാരിൽ എപ്പോഴും സ്ഥിരമായിട്ട് അതുപോലെ ശ്വാസം മുട്ട് തന്നെ നിൽക്കണം എന്നില്ല. ഒരു ആസ്മ വെറൈറ്റി ഉണ്ട്, എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ശ്വാസം മുട്ട് ഉണ്ടാക്കുന്ന ഒരു ആസ്മ വെറൈറ്റിയാണ്. അത് ഈ പൊളിമൂഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഈ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ആസ്മ വരും. അപ്പോൾ അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നോട് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന മീറ്റർ ഡോസ് ഇൻഹേലർ ഈ നമ്മളിങ്ങനെ ചാടി പറയാൻ പോകുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുമ്പ് ഉപയോഗിക്കുക. ഇല്ല, നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമാണ്, നമ്മൾ ഡയഗ്നോസ്ഡ് അല്ല, ഇനി അങ്ങനെ വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ വെള്ളം കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യുക. ഡീഹൈഡ്രേഷൻ ആണ് ഈ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മയുടെ ഒരു മെയിൻ കാരണമായിട്ട് പലപ്പോഴും കാണുന്നത്. അപ്പോൾ നല്ലതുപോലെ വെള്ളം കുടിച്ച് ഈ ഒരു പൊളിമൂഡിലേക്ക് പോവുക. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇനി നല്ലൊരു ഓണം, ആരോഗ്യം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമ്പൽ സമൃദ്ധി നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.